ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എലിയുടെയും പല്ലിയുടെയും എട്ടുകാലിയുടെയും ഒക്കെ ശല്യം ഒഴിവാക്കിയെടുക്കാം എന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിനായി കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ടിപ്സ് കൂടി നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവ നമുക്ക് പ്രയോജനപ്പെടും കേട്ടോ. എന്നിട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഒരു ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പനിയുടെയോ അല്ലെങ്കിൽ അതുപോലെ നോ കോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പാരസെറ്റമോൾ അടങ്ങിയ ഒരു ടാബ്ലറ്റാണ്. അപ്പോൾ ഇത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിലേക്കൊന്ന് അലിഞ്ഞു കൊടുക്കണം കേട്ടോ. ഒന്നുകിൽ അത് പൊടിച്ച് ചേർക്കുക, അല്ലെങ്കിൽ തന്നെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ നന്നായി ഒന്ന് അലിഞ്ഞ് കിട്ടും. അത് നന്നായി പെട്ടെന്ന് തന്നെ അലിയുന്നുണ്ട്. കുറച്ച് ചൂടുള്ള കഞ്ഞിവെള്ളമാണെങ്കിൽ തീർച്ചയായും പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് ഫിനോയിൽ കയ്യിലുണ്ടെങ്കിൽ ഫിനോയിൽ, അല്ലെങ്കിൽ നമുക്ക് ഫിനോയിൽ അതിനുശേഷം നമുക്ക് കുറച്ച് ഡെറ്റോളും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതാ കുറച്ച് ഡെറ്റോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാരസെറ്റമോളിൻ്റെ ഒരു ടാബ്ലറ്റും അതുപോലെ തന്നെ കുറച്ച് ഫിനോയിൽ അതുപോലെ തന്നെ കുറച്ച് ഡെറ്റോളും നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കഞ്ഞിവെള്ളം കൂടി ആകുമ്പോൾ നല്ലൊരു എഫക്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് എലിയുടെ ശല്യം, എലി വരുന്നിടത്ത് നമുക്കൊരു സ്പ്രേ പോലെ അടിച്ചു കൊടുത്താലും മതി. സ്പ്രേ ബോട്ടിലാക്കിയതിന് ശേഷം അതുപോലെ തന്നെ എട്ടുകാലിയൊക്കെ ചിലപ്പോൾ വലിയ മണ്ണാത്തിനൊക്കെ നമുക്ക് ഇതുപോലെ ഭിത്തിയിലൊക്കെ കാണാറുണ്ട്. പ്രത്യേകിച്ച് കിച്ചൻ്റെ സൈഡ് തണുപ്പായാലാണ് കൂടുതൽ ഇതിൻ്റെ ശല്യം കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് അതൊക്കെ മാറ്റി കിട്ടാനാണ് ഈ ഒരു ടിപ്പ്. ഡെറ്റോളിൻ്റെ സ്മെല്ലും കൂടി വരുമ്പോൾ നല്ലൊരു, പ്രത്യേകിച്ച് ഒരു കീടനാശിനി കൂടിയാണ്. ചെറിയ പ്രാണികളൊക്കെ നമുക്കതിൽ നിന്നും പോക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മിക്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കാം. അപ്പോൾ ഞാനത് ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സ്പ്രേ ബോട്ടിലൊക്കെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്പ്രേ ബോട്ടിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്പ്രേ നമുക്ക് നമ്മളെ ടേബിളിലൊക്കെ ഒന്ന് അടിച്ച്, ഇപ്പോൾ ഇത് ഞാൻ കുറച്ച് തൂത്തു പോയത് വെച്ച് നന്നായി ഒന്ന് തുടച്ചതാണ്. ഇപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ ചിലപ്പോഴൊക്കെ പല്ലി കടന്ന് വരാറുണ്ട് ടേബിളിലേക്ക്. അതുപോലെ തന്നെ ടേബിളിൻ്റെ കളർ കണ്ടിട്ട് ചളിയാണെന്ന് കരുതേണ്ട കേട്ടോ. അഥവാ ഇത് ടേബിളിൽ വെച്ച് കുട്ടികളെ സ്കെച്ച് ഇതൊക്കെ വരച്ചതിൻ്റെ കുറേ പാടുകളൊക്കെ ആണിത്. അപ്പോൾ ഇത് ടേബിളിലൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാൻ, ടേബിളിൽ വരുന്ന പല്ലിയിൽ അതുപോലെ എട്ടുകാലിയൊക്കെ ഈ ഒരു സ്മെല്ലുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എലി വരുന്ന ഇടങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് നന്നായി ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ എലിയുടെ മാളത്തിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് കൂടുതൽ ഉപയോഗപ്രദമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.